അവനെ കൊണ്ട് ആന്റണി വരുന്നുണ്ട്. പ്രശ്നമോ? അങ്ങനെ 110ാമത് പട്ടാമ്പി ദേശീയോത്സവത്തിന് ഇനി വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ശബ്ദമുഖരിതമായ അല്ലെങ്കിൽ കാഴ്ചകൾ കൊണ്ട് അവിസ്മരണീയമാക്കുന്ന പട്ടാമ്പി നേർച്ചയെ കളറാക്കുന്നത് അതിൻ്റെ ഉപ ആഘോഷ കമ്മിറ്റികളാണ്. ഒരുപാട് ഉപആഘോഷ കമ്മിറ്റികൾ ഉണ്ടാവുമെങ്കിലും അതിന് മെയിനായിട്ട് ഇത് കളറാക്കുന്ന കുറച്ച് ടീമുകളെ ഞങ്ങൾ ഈ പ്രാവശ്യം നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിലൊരു മെയിൻ ഗ്യാങ്ങാണ് നമ്മളെ ജോളി ഗ്യാങ്. കോളേജ് സ്റ്റാഫ്, നമ്മളെ പട്ടാമ്പി കോളേജിന് സമീപത്താണ് ഇവരെല്ലാവരും. ആ ഒരു ടീം മെമ്പേഴ്സ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. ആദ്യം നമുക്കതിൻ്റെ സെക്രട്ടറി ബാബു ജോളി ഗ്യാങ്ങിനെ പരിചയപ്പെടാം. നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയാണ് ഈ വർഷത്തെ ദേശീയോത്സവത്തിന് മുന്നോടിയായിട്ട് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? എന്തൊക്കെയാണ് നിങ്ങളുടെ ഭാഗത്തുള്ള പ്രവർത്തനങ്ങൾ? നമ്മൾ സാധാരണഗതിയിൽ ആന, ബാൻഡ് സെറ്റ്, തലേ ദിവസം മറ്റേ DJ പരിപാടി, ദഫ്മുട്ട്, അങ്ങനെയാണ് നമ്മൾ കൊണ്ടുവരുന്നത്. ഇപ്രാവശ്യം അതുപോലെ തന്നെ കൊണ്ടുവരാനാണ് തീരുമാനം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 3 ആനയും 2 ബാൻഡ് സെറ്റുമായിട്ട് ഒരു അത്യാവശ്യം ആൾക്കാർക്ക് കാണാൻ രൂപത്തിലുള്ള പരിപാടി കൊണ്ടുവന്നിരുന്നു. ഇപ്രാവശ്യം ചെറിയൊരു സാമ്പത്തികത്തിൻ്റെ പ്രശ്നങ്ങളും അത് മറ്റു ചില കാരണങ്ങളാൽ പരിപാടി ഒന്ന് ഒതുക്കി കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ നിങ്ങളുടെ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു നീള 24 ലൈവിനെ നിങ്ങളുടെ മുന്നിൽ ഇപ്പം എത്തിച്ചത്. അപ്പോൾ ഈ വർഷം ലഘൂകരിക്കാനാണ് തീരുമാനം എന്ന് പറഞ്ഞു. എന്താണ് അതിന് കാരണം? ഇതിന് കാരണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് ഫണ്ടിൻ്റെ പ്രശ്നം, രണ്ടാമത് ചെറിയൊരു കേസ് പരമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട്. അങ്ങനെ 2 കാരണങ്ങൾ കൊണ്ടാണ് ഇപ്രാവശ്യം നമ്മൾ പരിപാടി ചെറുതാക്കിയത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അതിഗംഭീരമായിട്ടുള്ള പരിപാടിയാണ് നമ്മൾ കാഴ്ചവെച്ചത്. 2 ബാൻഡ് സെറ്റും, അതും കേരളത്തിലെ നമ്പർ 1 ബാൻഡ് സെറ്റുകളായ സെൻറ്റ് മേരീസും കൈരളിയും പിന്നെ 3 ആനയും കൂടിയിട്ട് നല്ലൊരു പരിപാടി ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കാഴ്ചവെച്ചു. പ്രാവശ്യം നമ്മളുടെ ഫണ്ടിൻ്റെ ചെറിയൊരു പ്രശ്നവും അതിലുപരി കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു ചെറിയൊരു കേസിൻ്റെ ഒരു ഇഷ്യൂവും കൂടി നമ്മൾ പരിപാടി ഒന്ന് താഴ്ന്ന ലെവലാക്കി. അടുത്ത പ്രാവശ്യം ഇതിലും ഗംഭീരമായുള്ള പെർഫോമൻസാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഒരു മിനിമം ഒരു 5 ആന, നല്ല 3 ബാൻഡ് സെറ്റ്, അങ്ങനെയുള്ളൊരു ഗംഭീര പരിപാടിയാണ് അടുത്ത പ്രാവശ്യത്തേക്ക് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് പട്ടാമ്പി നേർച്ചയുടെ ഒരു ഭാഗമാണല്ലോ, അടിയില്ലാത്ത പട്ടാമ്പി നേർച്ച. അത് കാണാനും കൂടിയാണ് ആൾക്കാർ കൂടുതൽ കണ്ണ് നട്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ടീമും തമ്മിൽ ചെറിയ ചെറിയ സൗന്ദര്യ കണക്കാണ്, അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ, അങ്ങനെ കാര്യമായിട്ടുള്ള അടികളൊന്നുമല്ല. പൊതുവെ ജനങ്ങൾ പട്ടാമ്പി നേർച്ചയെ നല്ല രീതിയിലാണ് നോക്കിക്കാണുന്നത്. അതിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, വലുതായിട്ടൊന്നും അടിയെ കുറിച്ച് പറയാനില്ല. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ ഉണ്ടായി ചെറിയ അടിപിടിയാണല്ലോ ഈ പ്രാവശ്യത്തിൽ ലഘൂകരിക്കാൻ കാരണം എന്ന് പറഞ്ഞു. അപ്പോൾ അല്ല, അങ്ങനല്ല. നമ്മൾ പൊതുവെ അടിനെ കുറിച്ചല്ല, സാമ്പത്തികം വലിയൊരു വിഷയമാണ്. പിന്നെ അതേപോലെ ഒരുപാട് ടീം കഴിഞ്ഞ പ്രാവശ്യം ഗൾഫിൽ നിന്ന് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം പറഞ്ഞാൽ അവർക്ക് ജോലി തിരക്കും അതുപോലെ കുറച്ച് ബുദ്ധിമുട്ടുകളും അതുകൊണ്ടാണ്, അല്ലാതെ വേറെ വലിയ വിഷയമൊന്നും. പിന്നെ വർഷങ്ങളായിട്ട് ഒരു ടീം ചെറിയ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാറ്, അത് വലിയ കാര്യമായിട്ട് കാണുന്നില്ല. എത്ര സ്ട്രെങ്ത് എങ്ങനെയാണ്? ഗ്യാങ് വൈസ് ആണ്. ഏകദേശം ഒരു 5-6 ഗ്യാങ്ങോളം വരുന്നുണ്ട്. അതിൽ ഓരോ ഗ്യാങ്ങിലും 20-25 ആളോളം വരുന്നുണ്ട്. ഒരു ദിവസം കഴിഞ്ഞ പ്രാവശ്യം രാവിലെ എല്ലാവരും പാടെ ഡ്രസ്സിങ് ഒരു 150ഓളം ഡ്രസ്സിങ് ഞങ്ങൾ വൈറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം പ്രാവശ്യം അത്രത്തോളം ഇല്ലെങ്കിലും ഒരു 100-110 ആളോളം ഡ്രസ്സിങ് ഉദ്ദേശിക്കുന്നുണ്ട്. പ്രാവശ്യം കുറച്ച് പിന്നാക്കായതിന് ഞങ്ങൾ അടുത്ത പ്രാവശ്യം അതിന് മറുപടി ആയിട്ട് ഗംഭീര പരിപാടി കൊണ്ടുവരും. അത് ഞങ്ങൾക്ക് പ്രസ്റ്റീജ് പ്രശ്നമാണ്. ഞങ്ങളുടെ ഗ്യാങ് പേര് ഏകദേശം 10-20 വർഷത്തോളമായി ജോളി ഗ്യാങ് എന്ന പേരിൽ മുന്നോട്ട് പോകുന്നു. 80 വർഷത്തിൻ്റെ മുകളിലായിട്ടുണ്ടാവും. ഇപ്പോൾ കോളേജ് പറഞ്ഞിട്ടുള്ള അതിന് പേരുകളിൽ ചില ചേഞ്ചുകൾ വരുത്തുക എന്നല്ലാണ്ട് 80 വർഷത്തിൻ്റെ മുകളിലായി ഇപ്പോൾ കണ്ടിന്യൂ ആയിട്ട് നമ്മൾ നേർച്ച ആഘോഷിച്ചു വരും. അപ്പോൾ ഇത് വെറും ഒരു ഗ്യാങ് അല്ല, 80 വർഷത്തെ പാരമ്പര്യമാണ് ഇവർ അവകാശപ്പെടുന്നത്. ഈ വർഷം ഒരു ഇത്തിരി ലഘൂകരിക്കപ്പെടുകയാണെങ്കിൽ പോലും നേർച്ച കളറാക്കാൻ തന്നെയാണ് ജോളി ഗ്യാങ്ങിന്റെ തീരുമാനം. അപ്പോൾ നേർച്ചയ്ക്ക് ഇവരെ പെർഫോമൻസിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. നീള 24 ലൈവിന് വേണ്ടി ക്യാമറാമാൻ വിജീഷിനൊപ്പം രഹന തബ്സം.